പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ ക്യാപ്റ്റനും കെ.പി.എ. മജീദിനെയും ഇ.ടി. മുഹമ്മദ് ബഷീറിനെയും വൈസ് ക്യാപ്റ്റന്മാരുമാക്കി ജാഥ നടത്താനാണ് മുസ്ലിം ലീഗ് നേതൃയോഗം ആദ്യം തീരുമാനിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന നേതൃയോഗത്തിനെത്തിയ ഭാരവാഹികൾ കണ്ട ജാഥ അംഗങ്ങളുടെ ലിസ്റ്റിൽ പുതുതായി ചിലരുടെ പേര് കൂടി ഉണ്ടായിരുന്നു. വൈസ് ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്ന ഇ.ടിയെ മാറ്റി പകരം എം.കെ. മുനീർ, പി.വി. അബ്ദുൽ വഹാബ്, കെ.എം. ഷാജി എന്നിവരെ ചേർത്തു. കെ.പി.എ. മജീദ് ഒഴികെയുള്ള വൈസ് ക്യാപ്റ്റന്മാരെ നിശ്ചയിച്ചതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന ആക്ഷേപവുമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം തന്നെ രംഗത്ത് വന്നു. അബ്ദുസമദ് സമദാനി, എം.സി. മായിൻ ഹാജി, ടി.എ. അഹമ്മദ് കബീർ, അഡ്വക്കേറ്റ് എൻ. ഷംസുദ്ദീൻ തുടങ്ങിയവരെല്ലാം എതിർപ്പുന്നയിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. എതിർപ്പുന്നയിക്കുന്നവരെല്ലാം ജാഥ ക്യാപ്റ്റനായ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഗ്രൂപ്പിലുള്ളവരാണ്. ഭാരവാഹി യോഗത്തിൽ സമവായത്തിന് സാധ്യതയില്ലാത്തതിനാൽ ജാഥയിലെ അംഗങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനം ഹൈദരലി തങ്ങൾക്ക് വിടുകയായിരുന്നു. ഇന്നലെ ചേർന്ന സംസ്ഥാന പ്രവർത്തക സമിതിയിൽ അതുകൊണ്ട് തന്നെ ജാഥയിലെ സ്ഥിരാംഗങ്ങളുടെ പേര് പ്രഖ്യാപിക്കാനായില്ല. ജാഥയിലെ സ്ഥിരാംഗങ്ങളുണ്ട്, അതിനൊന്നും ഫൈനലൈസ് ചെയ്തില്ല. ജാഥ നായകൻ്റെ പേരാണ് പറഞ്ഞത്. മറ്റു അനുബന്ധമായുള്ള ആളുകൾ നിങ്ങൾ തീരുമാനിച്ചറിയും. എം.കെ. മുനീർ, പി.വി. അബ്ദുൽ വഹാബ് എന്നിവരുടെ ഗ്രൂപ്പുമായി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ സമവായത്തിലാണ്. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ജാഥ അംഗങ്ങളെ നിശ്ചയിച്ചത് ഇതുകൊണ്ടാണെന്ന വിലയിരുത്തലാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഗ്രൂപ്പിലുള്ള പ്രമുഖർക്കുള്ളത്. എം.കെ. ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.